ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ബാങ്ക് നിഫ്റ്റി ആൻഡ് ക്രൂഡിൻ്റെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് ഇൻട്രഡേ പർപ്പസ് അനലൈസിസ് ആണ്. ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് ലെവൽസ് ആണ്. ഓക്കെ, സോ അനലൈസിസ് കിടക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി വീക്ക്നെസ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, അതുവരെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബിലോ ക്ലോസിംഗ് ആയി സസ്റ്റെയിൻ ആവാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഉണ്ട്, അതിൻ്റെ റീടെസ്റ്റ് പോലെ ഇങ്ങനെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി വീക്കായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇത്രയ്ക്ക് ലെവൽസ് ആയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു ബൗൺസ് തന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ശരിക്കും നല്ലൊരു വീക്ക്നെസ് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിന്ന് ബാങ്ക് നിഫ്റ്റി കൊണ്ടാണ്. മീൻസ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ അപ്കമിങ് ടൈമിൽ നല്ല ഒരു നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നല്ല ഒരു വീക്ക്നെസ് സൈനാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല ഒരു വീക്ക്നെസ് സൈനാണ് ഈ ബാങ്ക് നിഫ്റ്റിയുടെ. കണ്ടോ, ഇവിടെ നിന്ന് അപ്പ് പോയി ഡൗൺ വന്നു, അപ്പോൾ പോയി വീണ്ടും ഡൗൺ വന്നു. ഈ ഒരു ഏരിയയിൽ റെഗുലർ ബേസിസിലാണ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ഷോർട്ട് ടേം ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും, ഈ ഒരു ഏരിയ. ബട്ട് ഇത് കണ്ടോ, ഈ ഒരു സോണാണ് ഫുള്ള് ബാങ്ക് നിഫ്റ്റിക്ക്. കണ്ടോ, സോ ഷോർട്ട് ടേമിൽ ഇത് വീണ്ടും നമ്മുടെ ഇനി ബൗൺസ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇതിൻ്റെ ബിലോ റെഗുലർ, ഈ സോണിൻ്റെ ബിലോ റെഗുലർ 1 or 2 ക്ലോസിങ് കിട്ടിയാൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും നല്ല ഒരു വീക്കിലേക്ക് പോകും, നല്ലൊരു വീക്കായി പോകും. നല്ലൊരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റി കാണിക്കും. ഒത്തിരി പേര് ന്യൂ ATH ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തതാണ്. ബട്ട് ന്യൂ ATH എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ബാങ്ക് നിഫ്റ്റി ശരിക്കും നല്ല പോലെ ഒരു ഇത് തരാനുള്ള ചാൻസസ് ഉണ്ടാവും, ടിപ്പ് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ പാറ്റേൺ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഈ പാറ്റേണിൻ്റെ പേര് എന്താണ് നിങ്ങൾ പറയണം. കണ്ടോ, ഈ പാറ്റേൺ എന്ത് പാറ്റേൺ ആണിത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് എല്ലാവരും കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ എത്രയ്ക്ക് സപ്പോർട്ട് നിങ്ങളുടെ കൂടെ, ഞാൻ അനലൈസിസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഷെയർ ചെയ്യുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ അനലൈസിസ്. ഇനി നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിം പോകാം. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഷെയർ ചെയ്യാനുള്ളത് എന്തായിരുന്നു, നമ്മുടെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ. അല്ല, അതുകൂടി ബ്രേക്ക് ചെയ്തേ അല്ലേ, അതുകൂടി ബ്രേക്കായി. യെസ്, ബട്ട് അതിൻ്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. സോ അത് അവോയ്ഡ് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഇതായിരിക്കും. ഈ സോണിൻ്റെ അകത്താണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ സോണിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ബിലോ ഇവിടെ തന്നെ ഈ രണ്ട് ലെവൽസിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ പ്ലേ ചെയ്യാവുള്ളൂ. ചെറിയ സ്മോൾ സ്കാൽപ്പ്. ഹ്യൂജ് മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ മറ്റേ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂജ് മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സോൺ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആവുന്ന റെഗുലർ ബേസിസിൽ. ഓക്കെ, 49,580 or 500 കൂട്ടിക്കും. 500 എത്ര ഡീപ്പായാലും അത്രയ്ക്ക് നല്ലതാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റി സെൽ ആൻഡ് റൈസ് ആയിരിക്കുള്ളൂ, ഐ തിങ്ക് സോ. ഓക്കെ, സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അനലൈസിസ്. റെസിസ്റ്റൻസ് സോൺ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, യെസ്, ഇതൊരു വേറെ റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ഇതിൻ്റെ മേ ബി പ്രൈസ് താഴേക്ക് വന്നാൽ ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും ഷോർട്ട് ടേം ടൈം ഫ്രെയിമിൽ. ബട്ട് ഇതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു പണിയായിരിക്കുള്ളൂ. ബട്ട് ഈസിലി അത് പോകത്തില്ല. കാരണം ഇപ്പം നിഫ്റ്റിയിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ട്. സോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. നിഫ്റ്റി കയറുമ്പോഴത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്യില്ല. ബാങ്ക് നിഫ്റ്റി സ്ലോലി ബാങ്ക് നിഫ്റ്റി സ്ലോലി മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ. വീഴുമ്പോൾ ഒരുമിച്ച് വീഴുള്ളൂ. അതാണ് നമുക്ക് ശരിക്കും എപ്പോഴും ക്രോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ബാക്കി ലെവൽസൊക്കെ എല്ലാം നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇനി നിഫ്റ്റി അനലൈസിസ് പോകാം. നിഫ്റ്റിയിൽ ഈ ലെവൽസാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഉണ്ടോ, നിഫ്റ്റി കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ലെവൽസൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. ബട്ട് ഓവറോൾ സൈഡ് വേസ് ആണ് നിഫ്റ്റിയിൽ. നമ്മുടെ 1 day ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മോൾ ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയത്. തീരെ സ്മോൾ ക്യാൻഡിലാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ഫോം ആയത്. ഓക്കെ, സോ നിഫ്റ്റി ഈ ഒരു ലെവൽ 23,800 ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഫെർദർ അപ്പ് മൂവ് കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു FEG ഗ്യാപ്പൊക്കെ ഉണ്ട്, കണ്ടോ, ഈ FEG ഗ്യാപ്പ് ഇതൊക്കെ ഫില്ല് ചെയ്യും. പിന്നെ ഇവിടെ ഒരു വേറെ FEG ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, കണ്ടോ,
FEG ഗ്യാപ്പ് മീൻസ് അറിയാലോ, എൻ്റെ ലേണിംഗ് വീഡിയോ പ്ലേലിസ്റ്റിൽ ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. അവിടെ FEG ഗ്യാപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ അത് കാണുന്നു. ഈ 2 ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഒരു FEG ഗ്യാപ്പ് ഇവിടെ. സോ മേ ബി ചാൻസസ് ഉണ്ട് ഈ ലെവലിൻ്റെ അബവ് 23,800 അബവ് സസ്റ്റെയിൻ ആയാൽ സ്ലോലി ഈ ഒരു FEG ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് നിഫ്റ്റിയിലുണ്ടാകും. ഓക്കെ, പിന്നെ നിഫ്റ്റിയിൽ വേറെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. സോ ഇൻ കേസസ് ഇന്നിങ്ങനെ മോർണിംഗ് വീഡിയോ ഇച്ചിരി ലേറ്റാണ്, സോറി, സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാകും. 23,800 സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടും ഉണ്ടാകും. ആൻഡ് ദെൻ നമ്മുടെ ഫിഫ്ത്ത് വേവ് കാൽക്കുലേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. ഫിഫ്ത്ത് വേവിൽ നമ്മൾ ബൗൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ബൗൺസ് മാറാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് എത്ര പേരെ പോകും അതാണ് നോക്കേണ്ടത്. ഓക്കെ, ഒത്തിരി ഹ്യൂജ് ഉണ്ടാവില്ല, കാരണം ഇറ്റ് ഇസ് നല്ല സെൽ ഓഫ് ആയി. ദാറ്റ് മീൻസ് വീക്ക് ആയിരിക്കും ഫിഫ്ത്ത് വേവ്. ഓക്കെ, ഫിഫ്ത്ത് വേവ് വീക്ക് ആയിരിക്കും. ഇതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലോയുടെ ബിലോ സസ്റ്റെയിൻ ആയ 23,550 കൂട്ടിക്കോ, 23,550. ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് ഫിഫ്ത്ത് വേവ് പിന്നെ മുകളിലേക്ക് വരത്തില്ല. ഫിഫ്ത്ത് വേവ് മുകളിലേക്ക് പോവുകയില്ല, കാരണം പിന്നെ വലിയ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, വലിയ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 1, 2, 3, 4 ആൻഡ് ആ ഒരു ഫിഫ്ത്ത് ലേക്ക് പിന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അതിന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ആൻഡ് ദെൻ ഈ ഒരു മേജർ ലോ ഇവിടുത്തെ. ഓക്കെ, ബട്ട് അവിടെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്, ബ്ലാക്ക് കളറുടെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇത് കണ്ടോ, അതുകൂടി വരുന്നുണ്ട്. സോ അപ്കമിങ് ഡേയ്സ് ചിലപ്പോൾ വോളറ്റൈലായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. വോളറ്റൈലായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ കൂടുതലുണ്ടാകാൻ ചാൻസസ് കൂടുതലുണ്ടാകും. സോ അതുകൂടി ശ്രദ്ധിക്കണം. ബാക്കി നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ ഏത് ലെവൽ നമ്മുടെ 50 ഈ ലോ 23,550 ബിലോ പോയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് മോർ വീക്ക്നെസ് സൈൻ ആണ്. ആൻഡ് പ്രൈസ് പിന്നെ ഈ ലോ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. അതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് സപ്പോർട്ട് ലൈൻ. ബട്ട് ആ സമയത്ത് ഫിഫ്ത്ത് വേവിൻ്റെ ആ ഒരു ആഗ്രഹം നിങ്ങൾ തീർത്തേക്കണം കേട്ടോ. കാരണം താഴേക്ക് വീഴുമ്പോഴത്തേക്ക് 5 മൂവ്സ് ആയിട്ടാണ് താഴേക്ക് വീഴുന്നത് കേട്ടോ. ഏത് ഈ ഒരു ഇവിടുന്ന് കണ്ടോ, 1, 2, ഇത് ഓവറോൾ 3 ആണ്. ഓക്കെ, 3, ഇനി 4 ബൗൺസ് വന്നിട്ട് ചിലപ്പോൾ ഫിഫ്ത്ത് താഴേക്ക് വരും. അപ്പോൾ ഈ മൂവ്മെൻ്റ് ഈ ഫിഫ്ത്ത് വേവ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഓവറോൾ കൺഫ്യൂഷൻ ഉള്ളവർ കൺഫ്യൂസ് ആക്കി വെച്ചേക്കണതാണ് നമ്മളെ കേട്ടോ. ആണ് നമ്മുടെ കൺഫ്യൂസ് ആക്കി വെച്ചേക്കണതാണ്. ബട്ട് നിങ്ങൾ സപ്പോർട്ട് ലെവലിൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 23,800 റെസിസ്റ്റൻസ് ആണിപ്പോൾ. ഓക്കെ, ഈ റെസിസ്റ്റൻസ് അപ്പോൾ പോവുകയാണെങ്കിൽ സ്ലോലി അപ്പ് മൂവ്സ്. ഓക്കെ, സ്ലോലി അപ്പ് മൂവ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ വേഗം ക്രൂഡ് ഓയിലിലേക്ക് പോകാം. ക്രൂഡ് ഓയിൽ ഞാൻ ഈ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും കൂടി. ക്രൂഡ് ഓയിൽ ഞാൻ ഈ ഒരു പീനൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, എന്താ ഷെയർ ചെയ്തായിരുന്നു. ക്രൂഡ് ഓയിൽ വീക്കാണ്, ഇനി വീക്ക് ആവാൻ ചാൻസ്, കാരണം ഇത് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടായിരുന്നു. ഓക്കെ, വീക്ക് ആവാന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ഓർ 1 hour ടൈം ഫ്രെയിമിനോട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടതാണ്. ഡെയിലി ടൈം ഫ്രെയിം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് തരത്തില്ലല്ലോ. ഓക്കെ, സോ ഇച്ചിരി കൺസോളിഡേഷൻ ഇയറിൽ കുറച്ച് കൺസോളിഡേഷൻ ആൻഡ് ദെൻ താഴേക്ക് വരുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ്റെ അബൌട്ട് റെഗുലർ ബേസിസിൽ 1-2 ദിവസം സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഹ്യൂജ് ബ്രേക്ക് ഔട്ട് നമുക്ക് അപ്കമിങ് ഡേയ്സിൽ കാണാൻ പറ്റുള്ളൂ ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിലിൽ ഫ്രഷ് റെസിസ്റ്റൻസ് ഇതാണ് 50 minute ടൈം ഫ്രെയിമിൽ. ഓക്കെ, സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ഇതാണ്. ദെൻ നെക്സ്റ്റ് ഈ ഒരു സപ്പോർട്ട് ലേറ്റസ്റ്റ് ഇപ്പോൾ വരുന്നത് ഇതാണ്. ഈ സപ്പോർട്ട് ചേഞ്ചായി താഴേക്ക് ഈ ഒരു ലെവലിലേക്ക്. ഓക്കെ, വേറെ മറ്റേ ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങൾ വേണമെങ്കിൽ ബാക്കി ഇൻഡെക്സിൻ്റെ മിഡ് ക്യാപ് നിഫ്റ്റി ആൻഡ് നമ്മുടെ സെൻസെക്സിൻ്റെ സോ കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് ആഡ് ചെയ്യാം റെഗുലർ ബേസിസിൽ. ഐ തിങ്ക് ഡെയിലി അതിൻ്റെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് അതിൻ്റെ ലെവൽസ് കൂടി കിട്ടും ബാക്കി ഇൻഡെക്സിൻ്റെ. ഓക്കെ, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.